അവരുടെ ഒരു വോട്ട് ഷെയർ കൂടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ BJP ഏകദേശം 30 സീറ്റുകൾ LDFുമായിട്ട് ഡീലിലാണ്. ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ BJP ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡിംഗ് പാർട്ടി. ഒന്നാം ഗവൺമെൻറ്റും രണ്ടാം ഗവൺമെൻറ്റും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം ഗവൺമെൻറ് മോശമാണ്. ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഫാസിസ്റ്റ് ശക്തികളെയാണ്, BJPയെ. കേരളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പെരുമഴയായി പെയ്തിറങ്ങിയ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. ഇപ്പോൾ സ്റ്റേറ്റും സെൻറ്ററും തമ്മിലുള്ള ഒരു ബന്ധം ഊഷ്മളമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ഒരേ തട്ടിലാണ് പോകുന്നത്. രണ്ടുപേരും ഭായി ബന്ധമാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശനമുണ്ട്. കേരളം എത്രയോ കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഈ നാടിന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു എയിംസ് വേണം, ഒരാവശ്യമാണ്. അപ്പോഴും നമുക്ക് കേരളത്തിന് അവഗണനയാണ്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അവർ ചില സീറ്റുകൾ ചില കേന്ദ്രങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും അത് UDFനും LDFനും തിരിച്ചടിയാണല്ലോ. ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് 2026. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഏറിൽ നിൽക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് ഏകദേശം BJPയുടെ കടന്നുവരവ്. BJP ഏകദേശം 30 സീറ്റുകൾ LDFുമായിട്ട് ഡീലിലാണ്, എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള വളരെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ വല്ല ഡീലിങ്സും ഉണ്ടോ? ഒരിക്കലുമില്ല. കാര്യം BJPയുമായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ബന്ധം, രഹസ്യമായിട്ടോ പരസ്യമായിട്ടൊരു ബന്ധം, ഒരു സന്ധി ചെയ്യൽ, അത് CPIMോ CPIയോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു നീക്കം 26 ഇലക്ഷൻ മുന്നിൽ നിർത്തിയോ അതല്ലെങ്കിൽ മുൻപ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലോ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല. ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഫാസിസ്റ്റ് ശക്തികളെയാണ്, BJPയെ അല്ലെങ്കിൽ BJPയെ ഇങ്ങനെ നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന RSSനെയും സംഘപരിവാറിനെയും എല്ലാം വളരെ ശക്തമായി എതിർക്കുകയും ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആ പോരാട്ടത്തിൻ്റെ വഴിയിൽ നിൽക്കുന്ന പാർട്ടികളാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ. പക്ഷേ വോട്ടിംഗ് ഷെയർ കൂടി വരികയാണ് BJPയുടെ. അതെ, അത് അപകടകരമായൊരു സൂചനയാണ്. അത് എങ്ങനെയായിരിക്കും LDFനെ ബാധിക്കാൻ പോകുന്നത്? ഇപ്പോൾ ശരിക്കും നമ്മൾ പരിശോധിച്ചാൽ ഈ ഏറ്റവും ഒടുവിൽ നടന്ന പാർലമെൻറ്റ് ഇലക്ഷൻ, അതിന് തൊട്ട് മുൻപ് നടന്ന പാർലമെൻറ്റ് ഇലക്ഷൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ്, 21 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം പരിശോധിച്ചാൽ BJPക്ക് കൂടെ മറ്റധികം ഘടക പാർട്ടികളില്ല. BJPയാണ് ഒരു NDA എന്ന് പറയുമ്പോഴും കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ BJPയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡിംഗ് പാർട്ടി. അപ്പോൾ BJPയെ പോലുള്ളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രധാനപ്പെട്ട ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ മത്സരിക്കുമ്പോൾ അവരുടെ ഒരു വോട്ട് ഷെയർ കൂടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഗൗരവതരമായി പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളിലൊന്നാണ്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ രണ്ടാം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഗവൺമെൻറ് അതിൻ്റെ ഒരു അവസാന പാദത്തിലാണ്. അപ്പോൾ ഒന്നാം LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടത്തിയ ജനപ്രിയ പദ്ധതികൾ, പ്രകടന പത്രികയിൽ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, അവ ഓരോന്നും നടപ്പാക്കാൻ വേണ്ടി ഒന്നാം ഗവൺമെൻറ് നല്ലവണ്ണം ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിലാണ് ഈ കോവിഡും പ്രളയമൊക്കെ വന്നത്. അങ്ങനെ ജനങ്ങളുടെ മേൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പെരുമഴയായി പെയ്തിറങ്ങിയ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. ആ പ്രതിസന്ധികളെ ഫലപ്രദമായി മാനേജ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റായിരുന്നു ഒന്നാം LDF ഗവൺമെൻറ്. പ്രത്യേകിച്ച് ഫിനാൻസ്, ഇപ്പോൾ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് വളരെ എഫക്റ്റീവായി പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചു. അങ്ങനെയെല്ലാം കേരളത്തിലെ കൃഷി വകുപ്പാണെങ്കിലും റവന്യൂ ആണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ജനങ്ങൾക്ക് നൽകുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒന്നാം ഗവൺമെൻറ് വളരെ നന്നായിട്ടാണ് പ്രവർത്തിച്ചത്. അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഒരു തുടർച്ച സർക്കാരിലുണ്ടായത്. അതെ. അപ്പോൾ തുടർച്ച ഉണ്ടായതിന് ശേഷം ഇപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു വർത്തമാനം എന്താണെന്ന് വെച്ചാൽ, ഒന്നാം ഗവൺമെൻറ്റും രണ്ടാം ഗവൺമെൻറ്റും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം ഗവൺമെൻറ് മോശമാണ്, മന്ത്രിമാർ മോശമാണ്. ആദ്യത്തെ വരുന്ന വാർത്തകളും അത്തരത്തിലാണ്. ആ നിലയിൽ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഒരു ഗവൺമെൻറ് LDF ഗവൺമെൻറ് വന്നാൽ വരും സപ്പോസ്, അപ്പോൾ പറയും രണ്ടാം ഗവൺമെൻറ്റിലെ ആളുകൾ മികച്ചവരായിരുന്നു, മൂന്നാമത്തത് മന്ത്രിമാർ മോശമാണ്. ഇതൊരു നാട്ടുവർത്തമാനത്തിൻ്റെ കൂടി ഭാഗമാണ്. ഒരുപക്ഷെ ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ ഇത് ഒരുപക്ഷെ പറയുന്നുണ്ടാകും.
പക്ഷെ ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ പ്രകടന പത്രികയിൽ കുറേ കാര്യങ്ങൾ പറയും. ആ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്, ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ധനസ്ഥിതി, കേരളത്തിൻ്റെ നിലവിലുള്ളൊരു ധനസ്ഥിതി അത്ര മെച്ചപ്പെട്ടതല്ല. ഒരു ഫിനാൻഷ്യലി നാം അൺഫിറ്റാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അൺഫിറ്റ് ആയതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ ഒരു സഹായം കേരളത്തിന് ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ, സ്റ്റേറ്റും സെൻറ്ററും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളിൽ അസിസ്റ്റ് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ സ്റ്റേറ്റും സെൻറ്ററും തമ്മിലുള്ള ഒരു ബന്ധം ഊഷ്മളമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിലൊരു പൊളിറ്റിക്സ് BJP ഗവൺമെൻറ്, മോദിയുടെ ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും ഉന്നയിക്കുന്നൊരു വിഷയമെന്ന് പറയുന്നത് കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ഒരേ തട്ടിലാണ് പോകുന്നത്, രണ്ടുപേരും ഭായി ബന്ധമാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശനമുണ്ട്. അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല. ഇപ്പോൾ ഇന്ന് ജൂലൈ മാസം 30 വയനാട് ദുരന്തം കൃത്യം അതിനൊരു വർഷമായി. അപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തിൽ നമുക്കറിയാം ഒരു നാട് തന്നെ ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ്, മോദി അവിടെ വയനാട് സന്ദർശിച്ചു. കേരളത്തിന് പ്രതീക്ഷ നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ. സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രി ഉൾപ്പെടെ എല്ലാവരും അവിടെ സന്ദർശനങ്ങളൊക്കെ നടത്തിപ്പോയി. പക്ഷേ കേരളത്തിന് ആവശ്യമായിട്ടുള്ളൊരു സഹായം നമുക്ക് ലഭ്യമായില്ല. ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് എമ്പാടുമുള്ള മലയാളികളെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തെ ഇക്കാര്യത്തിൽ അവഗണിക്കുന്നത്? അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്സ് കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ ഇതെല്ലാം അവസാനം വന്നു നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പേരിലല്ലേ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും ജനങ്ങളിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അടുത്തേക്ക്. അതങ്ങനെയാണല്ലോ. അതൊരു പ്രസക്തമായ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. എല്ലാ ആളുകളും പഞ്ചായത്ത് മെമ്പർമാരെ ഡിപ്പെൻഡ് ചെയ്യും. ജനങ്ങൾ അവരുടെ ഒരു ആവശ്യം പറയാൻ അവരുടെ മുമ്പിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളത് പഞ്ചായത്ത് മെമ്പറാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. എന്നതുപോലെ സ്റ്റേറ്റിൽ എന്ത് കാര്യം എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ അതെല്ലാം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന നിലയിൽ കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ എയിംസ് നമുക്ക് അറിയാമല്ലോ, ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എയിംസ് ഡൽഹിയിൽ ആരംഭിക്കുന്നത് 1952 ആദ്യത്തെ എയിംസ്. അതിനുശേഷം വിവിധ BJP കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാലത്ത് ഇന്ത്യയിലെ നാനാഭാഗങ്ങളിൽ എയിംസ് ആരംഭിച്ചു. കേരളം എത്രയോ കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഈ നാടിന്, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു എയിംസ് വേണം, ഒരാവശ്യമാണ്. പക്ഷേ ഈ ഏറ്റവും അവസാനത്തെ ബജറ്റിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചു, അപ്പോഴും നമുക്ക് കേരളത്തിന് അവഗണനയാണ്. അപ്പോൾ അത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അവഗണന നേരിടുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി കോൺഗ്രസും BJPയും മാറുന്നു എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ്, ആ ക്രൈസിസിനെല്ലാം നമുക്ക് നിലവിലുള്ള വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ധനസ്ഥിതി, ഫിനാൻഷ്യലി നിലവിലുള്ള പ്രതിസന്ധികളെ നല്ലവണ്ണം മാനേജ് ചെയ്ത് പരമാവധി ആളുകൾക്ക് സേവനം നൽകാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പോരായ്മകളുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് പിന്നീട് നമ്മൾ അടച്ച അനുഭവമാണ്. അടച്ചതാണ് നമ്മുടെ അനുഭവം ഉള്ളത്. അവർക്ക് തദ്ദേശ ഇലക്ഷനിൽ തിരിച്ചു പിടിക്കുമെന്നാണ് BJP ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് അവർക്ക് അങ്ങനെ ആയിരിക്കണമല്ലോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി. അവർ പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ ഇത്ര സീറ്റുകൾ വിജയിക്കും, ഞങ്ങളുടെ ടാർഗറ്റ് ഇതാണ്. കേരളം അവരുടെ ഒരു അവർക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു ഇടം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതെ, ഇപ്പോൾ തൃശ്ശൂരിൽ ജയിച്ചു സുരേഷ് ഗോപി. അപ്പോൾ അത് യാഥാർത്ഥ്യമായി മുമ്പിൽ നിൽക്കുകയാണല്ലോ. ഒരാൾ വിജയിച്ചു എന്നുള്ളത് വിജയിച്ചു, ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഇപ്പോഴും BJPക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു എൻട്രൻസ് ഉണ്ടാകാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സുശക്തമായ സംഘടനാ സംവിധാനവും ജനബന്ധങ്ങളും തന്നെയാണ്. അപ്പം അതുകൊണ്ട് 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് കേരളത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. മറിച്ചുണ്ടായിക്കഴിഞ്ഞാൽ അത് ആരുടെ ഉത്തരവാദിത്വമായിരിക്കും? അല്ല, മറിച്ച് അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ പല സീറ്റുകളിലും BJP 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്തുമായിട്ട് വന്ന പല മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെയും CPM-നും ഒരു വലിയ തിരിച്ചടി ആയിരിക്കത്തില്ലേ? അല്ലെങ്കിൽ LDF-നും?
അല്ല തർക്കമില്ല. അപ്പോൾ അങ്ങനെ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ, ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അവർ ചില സീറ്റുകൾ ചില കേന്ദ്രങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും അത് UDFനും LDFനും തിരിച്ചടിയാണല്ലോ. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അല്ല, അങ്ങനെ അക്കൗണ്ട് തുറന്നാൽ, ഇപ്പോൾ O രാജഗോപാൽ ജയിച്ച അസംബ്ലിയിൽ വന്നു അല്ലേ, BJPയുടെ പ്രതിനിധിയായിട്ട് ജയിച്ചു വന്നു. പിന്നീട് ആ സീറ്റ് BJP പിന്നീട് അത് പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ പാർലമെൻറ്റ് സീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞത് BJP വിജയിച്ചു. പക്ഷേ അവരുടെ വോട്ട് ഷെയർ ഇപ്പോൾ ഒരു 16-17% അവരൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഘടക പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ BJPയുടെ ഭാഗമായി അങ്ങനെ ഇല്ലതാനും. പ്രധാനപ്പെട്ട ഘടക പാർട്ടികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിനകത്ത് CPM, CPI, NCP ഒക്കെ ഉൾപ്പെടെ, കേരള കോൺഗ്രസ്, മാണി ഉൾപ്പെടെ LDFൻ്റെ ഭാഗമാണ്. UDFൽ ആവട്ടെ അവർക്കും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഭാഗത്ത് നിൽക്കുകയാണ്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ ബലാബലം നിൽക്കുമ്പോൾ ആ മുന്നണികൾ തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ ഒരു മനസ്സും മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നുവരവ് ഉണ്ടാക്കാവുന്ന അപകടങ്ങളൊക്കെ നമ്മുടെ മുൻപിലുള്ളപ്പോൾ സ്വാഭാവികമായും മലയാളികളുടെ ഒരു മനസ്സ് ഒരു ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസാക്ഷിയുടെ അംഗീകാരം, രേഖപ്പെടുത്തലായി മാറും എന്നുള്ളൊരു വിശ്വാസമാണ് ഉള്ളത്.